30 വർഷങ്ങൾക്ക് മുൻപ് കോരൻ പൊന്നുമുണ്ടയിൽ നിന്നും മരുതൻകുളത്തേക്ക് മല കയറി വരുമ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി. കരിഞ്ഞുണങ്ങിയ കാടും നീരുപറ്റിയ മണ്ണും. അന്ന് തൊട്ടേ തുടങ്ങിയതാണ് ഈ മണ്ണിനെ പച്ചപ്പണിയിക്കാനുള്ള ശ്രമങ്ങൾ. കുറച്ചു വർഷങ്ങൾ കൊണ്ട് സ്വന്തം ഭൂമി ആ മനുഷ്യൻ ബലഭൂഷ്ടമാക്കി. പിന്നെ നാടിനും പച്ചില ചാർത്തു ചാർത്തി. മാവും പ്ലാവും ബദാം മരവും നെല്ലിമരവും ഞാവൽ മരവുമെല്ലാം നിറഞ്ഞതാണ് ഇന്നിപ്പോൾ മരുതൻകുളത്തേക്കുള്ള പാതകൾ. പ്ലാവും മാവുമായിട്ട് ഒരു 100-150 മരത്തോളം വെച്ച് അതിലൊരു 100 താഴെ കാണുമായിരിക്കും ഇപ്പം. പിന്നെ അതിൽ കുറേ മരത്തിന് പേരൊന്നും അറിയാലോ. പിന്നെ അതിന് എല്ലാ കൊല്ലം ചൂട് കളച്ചിട്ട് ഇങ്ങനെ വെള്ളം കുറേ വീട്ടിൽ നിന്നുള്ളൂ. പിന്നെ താഴെ ഒരു കോലിയുണ്ട്, അവിടെ നിന്ന് കൂടി നോക്കും, അങ്ങനെ ഒഴിച്ചുകൊണ്ട്. പിന്നെ എല്ലാ കൊല്ലം കാടുകൾ മൊത്തമുണ്ട്. ആളുകൾ ചോദിക്കലില്ല. അപ്പം ഞാൻ പറഞ്ഞത് നമ്മ ഒരു തണൽ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ പഴവർഗ്ഗങ്ങൾ എല്ലാവർക്കും പറിച്ചുകൊണ്ട് എല്ലാവരും എടുക്കുന്നുണ്ട്, ഇപ്പോഴും പറിക്കുന്നുണ്ട്. ഞാൻ ആരോടും പറിക്കേണ്ടത് പറയില്ല. ഈ മരങ്ങൾ ഇന്ന് നിരവധി പേർക്ക് തണൽ നൽകുന്നു. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉൾപ്പെടെ പഴങ്ങൾ നൽകുന്നു. നല്ല കാര്യമല്ലേ, പിള്ളേരെല്ലാം മാങ്ങയും ചക്കെല്ലാം പറഞ്ഞു. നമ്മളെ കാലം കഴിഞ്ഞാലും അവർക്ക് നല്ലതല്ലേ, ഇങ്ങനെ ഓർക്കുമല്ലോ. ഇങ്ങനെ ഒരാളുണ്ടായി ഇങ്ങനെ നട്ടു വളർത്തി. അല്ലെങ്കിൽ മറന്നാലും ഇതെല്ലാം പറിച്ച് തിന്നുമ്പോഴത്തേക്കല്ല. തരിശു ഭൂമിയിൽ നിന്നും ഈ മണ്ണിനെ സമൃദ്ധിയിലേക്ക് നയിച്ച കോരനെ തേടിയെത്തിയത് നിരവധി പേരിൽ നിന്നുള്ള ആദരവാണ്. വീട്ടിലോട്ട് ആരെങ്കിലും വരണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു അടയാളം പറയുന്നത് വഴിനീളം മരം നട്ട അവിടെയാണ്, അവിടുന്ന് താഴത്തെ ജംഗ്ഷനിലാണ് വീടെന്നുള്ള രീതിയിൽ അത്ര നമുക്കിപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ തന്നെ ഇങ്ങനെ പറയും വഴിനീളം മരം നട്ട ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഒരു അടയാളം പോലെ നമുക്കിപ്പോൾ പറയാനായി. അതെ. റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വിശ്രമിക്കാനായി ഒരു വിശ്രമ കേന്ദ്രവും കോരൻ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും മരങ്ങൾ പാതയോരത്ത് വെച്ചുപിടിപ്പിക്കണമെന്നാണ് കോരന്റെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, ഈ ഒരു പ്രകൃതി അതിന്റെ ഭംഗി അതേപടി നിലനിർത്താൻ വേണ്ടി തന്നെ വീട്ടുപറമ്പിലും തോട്ടങ്ങളിലൊക്കെ മരം വെച്ച് പിടിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, മരത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റോഡിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ്, മരത്തൈകൾ അങ്ങനെ നടുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതിങ്ങനെ വലുതായി വരുന്ന അത്രയും അതിനെ ശുശ്രൂഷിച്ച് വെള്ളം നൽകി ഒക്കെ നോക്കിയിട്ടുണ്ടാകും ആ ഒരു വ്യക്തി എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ആ ഒരു കാര്യത്തിൽ എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഇപ്പം എങ്ങനെ പോകുന്നു പ്രവർത്തികളൊക്കെ? നാട്ടുകാർക്ക് തന്നെ വലിയ അഭിമാനമുണ്ട് കോരനെ കുറിച്ച് ഓർത്ത്. സാധാരണ കുടിയേറ്റ കാലത്തൊക്കെ തന്നെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ പറഞ്ഞു കേട്ട ഒരു കഥകളുണ്ടാവും. കാരണം ഒന്നുമില്ലാത്ത തരിശുഭൂമിയിലേക്ക് മൊട്ടക്കുന്നുകളിലേക്ക് എത്തിയിട്ട് അവിടെ പിന്നീട് കൃഷി ചെയ്ത് 100 മേനി വിതച്ച കർഷകരെ കുറിച്ചൊക്കെ തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ കോരൻ ചേട്ടൻ അതിൽ നിന്നൊക്കെ തന്നെ തികച്ചും വ്യത്യസ്തനാണ്. മരുതൻകുളത്തേക്ക് എത്തിയതിനു ശേഷം അവിടെ ഒന്നുമില്ല. അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ആ ഭൂമിയിൽ ആദ്യം സ്വന്തം ഭൂമിയിൽ 100 മേനി വിതച്ച ശേഷമാണ് പിന്നീട് തനിക്ക് ഈ നാടിന് എന്തെല്ലാം തന്നെ കൊണ്ട് ഈ നാടിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അവിടുത്തെ പാതയോരങ്ങളിൽ അത്രയും നല്ല വെയിലടിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉരുകി ഒലിച്ചു പോകുന്ന തരത്തിൽ ചൂടുള്ള ഒരു സ്ഥലത്ത് തണലോരങ്ങൾ ഒരുക്കാനുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ സാധാരണ പലയിടങ്ങളിൽ നമ്മൾ കാണാറുണ്ട് മഞ്ഞക്കൊന്നയും അതുപോലെ തന്നെ മറ്റു ചില ചെടികൾ, വാഗയും അതുപോലെ അക്വേഷ്യയൊക്കെ വെച്ച് ജനങ്ങൾക്ക് തണൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അധികാരികളെ കുറിച്ചൊക്കെ തന്നെ അത് പിന്നീട് പലയിടങ്ങളിലും പാരയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മളെപ്പോഴും കഴിക്കുന്ന, നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ള മരങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ തന്നെ നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. നമ്മളൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഇപ്പോൾ മാവ്, പ്ലാവ്, ഞാവൽ, നെല്ലി, പുളി, ബദാം അങ്ങനത്തെ മരങ്ങളൊക്കെ തന്നെയാണ് അവിടെ നിരനിരയായിട്ട് വെച്ചുപോയത്. ഇപ്പൊ 30 വർഷത്തോളമായി. എല്ലാവർക്കും മാതൃകയാക്കി എടുക്കാം. കാരണം സ്വന്തം വീട്ടിലോ പറമ്പിലോ തോട്ടത്തിലോ ഒക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് പകരമായി റോഡരികിൽ കൂടി അത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അത് ഗുണം ചെയ്യുമെന്നുള്ളൊരു വലിയ സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത്.